ഇത് പ്രിവി കൗൺസിൽ നക്കുഡ അലി എന്ന് പറഞ്ഞിട്ട് നക്കുഡ അലി വേഴ്സസ് സിലോൺ ആ കേസിനകത്ത് സുപ്രീം കോർട്ട് പറഞ്ഞു അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരുത്തൻ്റെ ട്രേഡ് ലൈസൻസ് പുതുക്കി തന്നില്ല അയാളെ കേട്ടുമില്ല. ഇതായിരുന്നു കേസ്. കോടതി പറഞ്ഞു, പ്രിവി കൗൺസിൽ പറഞ്ഞു അതിന് അയാളെ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് എന്ന് പറഞ്ഞു. സിമിലർ ഇഷ്യൂ ജയസുഗന്ധ, എൻ്റെ ഓർമ്മ ശരിയാണ്, ജയസുഗന്ധ എന്ന കേസിൽ പ്രൊവിൻസ് ഓഫ് സിലോൺ വേഴ്സസ് പ്രൊവിൻസ് ഓഫ് സിലോൺ. അതിലെന്താക്കി വെച്ചാൽ പ്രൊവിൻസ് ഓഫ് സിലോൺ എന്ന് വെച്ചാൽ വാസ്റ്റ് പവേഴ്സ് ഉള്ള ഒരു ലോക്കൽ അതോറിറ്റി ആയിരുന്നു. അത് സസ്പെൻഡ് ചെയ്തു മിനിസ്റ്റർ. അതിൻ്റെ പവേഴ്സൊക്കെ എടുത്ത് അവർക്ക് റെസ്യൂം ചെയ്യാം സർക്കാരിന്. അത് ചാലഞ്ച് ചെയ്തിട്ട് സിലോൺ സുപ്രീം കോർട്ട് പറഞ്ഞു അതിനകത്ത് തെറ്റൊന്നുമില്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടാണ്, പവേഴ്സ് മിനിസ്റ്ററിൽ വെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നക്കുഡ അലി റിവേഴ്സ് ചെയ്തിട്ട് പ്രിവി കൗൺസിൽ പറഞ്ഞു അല്ല, അത് സിമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് അല്ല, അത് ഹാവിങ് വെരി സിവിൽ കോൺസിക്വൻസ്. എന്നിട്ട് ഈ ഡിസിഷൻ മേക്കർ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഇങ്ങനെ ആണോ അല്ലയോ എന്നുള്ള അറിയണ മുമ്പ് എന്നും പറഞ്ഞിട്ട് കുറേ പാരാമീറ്റേഴ്സ് വെച്ചു. ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് ഈ പ്രിൻസിപ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷൻ 14 പ്രൊസീഡിങ്സിൽ ഉറപ്പായിട്ടും ഈ പ്രിൻസിപ്പൽ ഡെറ്ററെ കേൾക്കേണ്ടതാണ്. കാരണം അയാളുടെ പ്രോപ്പർട്ടിയാണ് പോകാൻ പോണത്. അതെങ്ങനെയാണ് മിനിസ്റ്റീരിയൽ ആക്ട് ആകുന്നത്? ഇനി രണ്ടാമത്തേത് ആർബിട്രേഷൻ ആക്ട്. ശരിക്കും ആർബിട്രേഷൻ ആക്ട് ഉദ്ദേശിക്കുന്നത് 2 മൾട്ടിനാഷണൽസ് അല്ലെങ്കിൽ 2 കോർപ്പറേറ്റ് ജയൻസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട് പെട്ടെന്ന് തീർക്കുക. എന്നുവെച്ചാൽ കമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട്സ് പെട്ടെന്ന് തീർക്കുക. കാരണം വെച്ചാൽ രാജ്യത്തെ എക്കോണമി അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്കോണമി ബൂസ്റ്റ് ആവുക. ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതല്ല ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സാധാരണ ഒരുത്തൻ ഇപ്പം മനു ഒരു പിക്കപ്പ് വാന് മേടിച്ചു, ഒരു 7 ലക്ഷം 8 ലക്ഷം വെച്ച്. അതുപോലെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾക്കത് ഉപജീവന മാർഗമാണ്. നിങ്ങൾ ആ ലോണ് കിട്ടണ വരെ നിങ്ങൾ എന്തിലും ഒപ്പിട്ട് തരും. നിങ്ങളുടെ തല കൊയ്യും എന്ന് പറഞ്ഞാൽ അതിനും ഒപ്പിട്ട് തരും. കാരണം നിങ്ങൾക്ക് സംബന്ധിച്ച് ഉപജീവനമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഭാര്യ പിള്ളേർ അവരെ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ നിങ്ങൾ അതിൽ ഒപ്പിട്ട് കൊടുക്കും. പിന്നീട് വല്ല 2 or 3 ഇൻസ്റ്റാൾമെൻറ്റ് മുടക്കുമ്പോൾ ആർബിട്രേഷൻ നടക്കുന്ന വല്ല കൽക്കട്ടയിലോ ഡാർജിലിങ്ങിലോ ഗുവാഹട്ടിയിലോ കാരണം നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പോകാനോ ഡിഫെൻഡ് ചെയ്യാനോ പറ്റൂല. ഈ ഒരു സംവിധാനം മാറണം. ഈ ഇൻഡിവിജ്വൽ കേസുകളിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സംഗതി UN സിട്രാലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലോ മേക്കിങ്ങിൽ അതെന്തായാലും കാരണം ഇത് 1 or 2 കേസുകളല്ല, പാവപ്പെട്ടവർ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട് ഈ ആർബിട്രേഷൻ കാരണം. കാരണം അവാർഡ് അവിടെ പാസ്സാക്കിയിട്ടായിരിക്കും മിക്കവാറും ഇവർ അറിയണത്. ഇപ്പോൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആർബിട്രേഷൻ അത് സെറ്റ് സൈഡ് സെക്ഷൻ 34 കൊടുക്കണമെങ്കിലും അവിടെ തന്നെ പോകണമെന്നായി. കാരണം സെക്ഷൻ എൻ്റെ ഓർമ്മ 92 ആണ് ആർബിട്രേഷൻ ആക്ടിൽ. എവിടെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ പ്രൊസീഡിങ്സ് അവിടെ പോകണം. ഇവനെ കൊണ്ട് നടക്കുമോ അത്? അവിടെ ഒരു വക്കീലിനെ വെക്കുക, ഇയാൾ അവിടെ പോവുക, കാര്യങ്ങൾ മാത്രമല്ല 34 ഗ്രൗണ്ട് ഓഫ് ചാലഞ്ച് വളരെ കുറവാണ്, അപ്പീലല്ല അത്. ഇത് വരുന്നത് സമൂഹത്തിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സമൂലമായ ഒരു മാറ്റം ഈ ആർബിട്രേഷൻ ആക്ട്, പ്രത്യേകിച്ച് സാധാരണ ഇൻഡിവിജ്വൽ ക്ലയൻസിന്, കോർപ്പറേറ്റ് ജയൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ സംവിധാനമുണ്ട്, അവർക്കൊന്നും നോക്കാനില്ല. പോരെ, ഇത്രയും മതിയെന്നേ.